الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولقد وصلنا لهم القول لعلهم يتذكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ പൂർത്തിയായതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ജുമുഅയിൽ അള്ളാഹു നമ്മളെ സമ്മേളിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും റമളാനിൻ്റെ ചൈതന്യത്തെ അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് റമളാനിന് ശേഷമുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭക്തിയും ഈ മനസ്സിൻ്റെ തഖ്വയും ഈമാനുമെല്ലാം മരണം എത്തുവോളം കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ അങ്ങനെ ഒരു അച്ചടക്കത്തോടുകൂടെ മര്യാദയോടുകൂടെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിന് തടസ്സങ്ങളായി വരാറുള്ളൊരു കാര്യം നമ്മുടെ മാനസികമായ വിഷമങ്ങളാണ്. പല ആളുകളും പറയാറുണ്ട്, നമസ്കരിക്കാൻ പോലും തോന്നുന്നില്ല, നമസ്കരിക്കാൻ കഴിയുന്നില്ല. അതങ്ങനെയാണ്. മനസ്സിനെ ബാധിക്കുന്ന വിഷമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, നമ്മുടെ ജോലി ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത വിധം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതാവുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥകൾ സംജാതമാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ദീനിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇത്തരം പ്രതിസന്ധികൾ എന്നുള്ളത് നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകാം, ഓരോ വ്യക്തികൾക്കും ഉണ്ടാവാം. രോഗങ്ങളായി, കടങ്ങളായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്ക് വരുന്ന പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ ആകസ്മികമായി നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച മരണമായി ഒക്കെ നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകാം. കുടുംബപരമായിട്ടും ഉണ്ടാകാം. നമ്മുടെ വീട്ടിൽ മക്കൾക്കോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ ഭർത്താവിനോ ഒക്കെ ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നാം പ്രതീക്ഷിക്കാത്തത് വരാം. നാട്ടിലും ഉണ്ടാകാം. നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും നിർഭയത്വത്തിനുമെല്ലാം ഭംഗം വരുത്തുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായും ഭരണപരമായും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ അസ്വസ്ഥരായിരിക്കും.
മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വിഷമവും ഒരു പക്ഷേ ജീവിതം തന്നെ ഒരു മടുത്തു പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പക്ഷേ ഒരു വിശ്വാസിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്തു തന്നെ പ്രതിസന്ധികളും എന്തു തന്നെ പ്രയാസങ്ങൾ വന്നാലും ഒരു വിശ്വാസിയെ അത് മനസ്സിനെ ബാധിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മാനസിക വിഷാദമായ ഒരു രോഗമുണ്ടായാൽ, അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടായാൽ അയാൾ വിശ്വാസി അല്ല എന്നൊന്നും അതിനർത്ഥമില്ല. വിശ്വാസി തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കുന്ന സമയത്ത് മാതാവ് വല്ലാതെ ഭയപ്പെട്ടു, ഭയങ്കരമായ പ്രയാസങ്ങൾ കാണിച്ചു. അതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ പ്രകൃതിയാണ്. ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥരാകുക എന്നുള്ളത് മനുഷ്യ പ്രകൃതിയാണ്. അപ്പം അതെന്തെങ്കിലുമൊക്കെ ചെറിയ മാനസിക പ്രയാസം വന്നാൽ നമുക്കൊന്നും ഈമാനില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണല്ലോ. അള്ളാഹു ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് വെളിച്ചം തന്നുകൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിലെ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ ആശയം തന്നെയാണ് പറയുന്നത്. വലഖദ് വസ്സൽനാ ലഹുമുൽ ഖൗല ലഅല്ലഹും യതദക്കറൂൻ. അവർ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വചനങ്ങൾ, വാക്കുകൾ നാം നിരന്തരമായി അവർക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. നിരന്തരമായി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരിക്കലും കണ്ടെത്താൻ പറ്റാത്ത ഉത്തരങ്ങൾ ലഭിക്കും. നമ്മുടെ മനസ്സ് ശാന്തമായി നിൽക്കും. നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ പറ്റും. നിരാശ എന്ന് പറയുന്നത് വിശ്വാസിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. കാരണം ആശ ഉണ്ടല്ലോ. അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഒരു സന്ദർഭത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. എല്ലാ കാര്യം പരിഹരിക്കാൻ അള്ളാഹുവിന് പറ്റുന്നത് കൊണ്ട് തന്നെ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനായതുകൊണ്ട് തന്നെ വിശ്വാസിക്കുന്ന നിരാശയാണത്. സ്വർഗത്തിൽ നിന്ന് പുറത്തായി ഭൂമിയിൽ വന്ന് തൻ്റെ സംഭവിച്ചു പോയിട്ടുള്ളൊരു അപാകതയെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെടല്ലോ സുഹൃത്തുക്കളെ ചെയ്ത്. റബ്ബന ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങളോട് ചില അക്രമങ്ങൾ ചെയ്തു പോയി, അതുകൊണ്ട് നീ പുറത്തു തരണം. നീ കരുണ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണാവാരിധിയല്ലേ, അതുകൊണ്ട് നിന്നിൽ പ്രതീക്ഷയുണ്ട് എന്നാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷങ്ങൾ ജീവിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഇമ്മയത്തിയന്നക്കും മിന്നി ഹുദ അത് പിൻപറ്റി ജീവിച്ച് വീണ്ടും ആ സ്വർഗത്തിലേക്കുള്ള പരിശ്രമങ്ങൾ തുടർന്നു. അതാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെയും പരമ്പരകളുടെയും ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഏത് സന്ദർഭത്തിൽ ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ അവർക്കൊക്കെ വന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ വിജയത്തിന് വേണ്ടി, തൻ്റെ സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവോട് ഇന്നി മഗ്ലൂബുൻ ഫന്തസിർ, അള്ളാഹു ഞാൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ നിരാശയല്ല. 950 കൊല്ലാണ്, 9 നൂറ്റാണ്ടുകളിലധികം. എപ്പോഴാ പറഞ്ഞങ്ങൾ വല എലിതു ഇല്ല ഫാജിറ കഫാറാണ്. ഇനി ഇവർ നന്നാവും, ഇനി ഇവരിൽ നിന്ന് വരുന്നൊരു തലമുറയും നന്നാവാതെ വരുന്നത് എത്ര സങ്കടകരമാണ്. അത്തരം ഒരവസ്ഥയിലാണ് ഓരോ ഘട്ടങ്ങൾ. യൂനുസ് നബി അലൈഹി സ്വലാം നിരാശപ്പെട്ടിട്ടില്ലല്ലോ. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവോട് ചോദിച്ചില്ലേ. അയ്യൂബ് നബി അലൈഹി സ്വലാം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ടും നിരാശപ്പെട്ടിട്ടും ജീവിതത്തിൽ അത്ര വലിയ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും അനുഭവിച്ചു സുഹൃത്തുക്കളെ. തൗർ ഗുഹയിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മുന്നിൽ. ശത്രുക്കൾ ഇങ്ങനെ തലക്ക് വില പറഞ്ഞിട്ട് മുന്നിലൂടെ ഇങ്ങനെ വാളുമായി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ജീവൻ നഷ്ടപ്പെടാവുന്നൊരവസ്ഥയിലും അള്ളാഹു കൂടെണ്ട് എന്ന് പറഞ്ഞ് കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്ന രംഗം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെല്ലാം നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ എപ്പോഴും ആ ഒരു പ്രതീക്ഷ നമുക്ക് നിലനിർത്തണം. നമുക്കൊക്കെ പറ്റുന്നത് വെച്ചാൽ നമ്മൾ വല്ലാതെ ധൃതി കൂട്ടും. എന്താ പരിഹരിക്കുക? അത് ഈ റമദാനൊക്കെ നീണ്ട പ്രാർത്ഥന നടത്തിയിട്ട് പടച്ചോനെ റമദാനും കഴിഞ്ഞു, 30 ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു, നീ പറഞ്ഞ വിശേഷപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം ഞാൻ കൈ നീട്ടി. എന്തേ? ധൃതിപ്പെടരുത് സുഹൃത്തുക്കളെ, ഒരിക്കലും ധൃതിപ്പെടരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അള്ളാഹു ഇന്നല്ലാഹ തആല ഇദാ അറാദ അംറൻ ഹയ്യ അസ്ബാബഹു, അല്ലാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശ കാര്യം നടപ്പിലാക്കാൻ അള്ളാഹ് ചില കാരണങ്ങൾ ഉണ്ടാക്കും. വഅതാബിക ശൈഅൻ ഫശൈഅൻ ബിത്തദ്രീജ്. പക്ഷെ ആ കാരണങ്ങൾ ഇങ്ങനെ വരണമെങ്കിൽ കുറച്ചിങ്ങനെ പടിയായിട്ടേ അത് വരൂ. ആലോചിച്ച് നോക്കും നിങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകളെ മോചിപ്പിക്കാൻ എത്രയോ കാലം അനുഭവിച്ച അങ്ങേയറ്റത്തെ പീഡനങ്ങൾ, ഏറ്റവും വലിയ പ്രയാസകരമായ ജീവിതത്തെ അന്ത്യം കുറിക്കാൻ എത്ര കാത്തുക്കേണ്ടി വന്നു. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കേണ്ടി വന്നു. ജനിച്ചിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു സുഹൃത്തുക്കളെ. അവിടുന്ന് പിന്നെ മദീനയിലേക്ക് പോയി, അവിടെ വർഷങ്ങളോളം ആട് വെച്ച് അവിടുന്ന് തിരിച്ച് പ്രവാചകത്വം കിട്ടി തിരിച്ചു വന്നിട്ട് എപ്പോഴാണ് ഫിർഔൻ മുങ്ങി മരിക്കപ്പെടുന്നത്?
നാം ആലോചിക്കണം, എത്ര കഠിനമായ പീഡനങ്ങൾ. അങ്ങാടിയിലൊന്നും നിർഭയത്വത്തോടുകൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കിബുത്തി കൈവെക്കുമ്പോൾ മരിച്ചു വീണാൽ ചോദിക്കാൻ ആളില്ല. അത്ര വലിയ അരാജകത്വം, അത്ര വലിയ അടിമത്വം. ആ മോചനത്തിന് എത്ര കാലം കാത്തു നിൽക്കേണ്ടി വന്നു. നമ്മളൊക്കെ ഇന്ന് പറഞ്ഞ പ്രശ്നത്തിന് ഇന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് നാളെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാണ് നമ്മളൊക്കെ തന്നെ. ഒറ്റ ലാത്തം വാഹിദ, ഒറ്റ ഇമാം നാസിർ സാഹിദ് പറയാം, ഒറ്റയടിക്ക് കിട്ടൂല. നമ്മൾ കാത്തുക്കേണ്ടി വരുന്നതാണ്. ഏതെല്ലാം ഘട്ടങ്ങൾ, തിരിച്ചും അപ്രതീക്ഷിതമായ രംഗങ്ങളിലൂടെ അല്ലേ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ചരിത്രം. അള്ള പറഞ്ഞ വാക്കുണ്ട്, എന്റെ സ്വന്തം കാര്യത്തിനായി നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഹബീബായി, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായി വളരാൻ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ കൊടുത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനെ തർബിയത്ത് നൽകി വളർത്തിക്കൊണ്ടുവരിക. ആ ജനനം നോക്കൂ നിങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാമിന് ഏറ്റവും നല്ലൊരു താമസ സ്ഥലം കിട്ടാൻ എല്ലാ മക്കളെയും കൊന്നുകളയുന്ന സമയത്താണ് എന്ത് ചെയ്യണത്? മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം കൊട്ടാരത്തിലാണ് വളർന്നത്. ഇനി ഒരാളെ കയ്യബദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇനി എനിക്കു രക്ഷയില്ല, വേഗം പോയിക്കോ മൂസേ എന്നൊരാൾ വന്ന് പറഞ്ഞപ്പോൾ, ഇനി എനിക്ക് മരണമാണെന്ന് മനസ്സിലാക്കിയപ്പോഴും അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് സത്യത്തിൽ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരുന്നു അവിടെ വെച്ച് സംഭവിച്ചത്. തിരിച്ച് പ്രവാചകനായിട്ടാണ് തിരിച്ചെത്തേണ്ടത്. സുഹൃത്തുക്കളെ, എത്ര കാലം നമ്മൾ യാദൃച്ഛികമെന്ന് വിചാരിക്കുന്ന ഓരോ രംഗങ്ങളും അത് അള്ളാഹ് ആദ്യം പ്രവചിച്ചതാണ്. അള്ളാഹു പറയുന്നുണ്ട്, വനുമക്കിന ലഹും ഫിൽ അർള് വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറുൻ. ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം നൽകും, സൗകര്യം നൽകും. അള്ളാഹ് പറയാൻ, ബനൂ ഇസ്രായേലിക്ക് ഈ നാട് കിട്ടുന്ന ഒരു സമയം വരും. മാത്രമല്ല, വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ, ഫിർഔനിനും ഹാമാനിനും നാം കാണിച്ചു കൊടുക്കും. മിൻഹും, ബനൂ ഇസ്രായേലുകാരിൽ നിന്നും, മാ കാനൂ യഹ്ദറുൻ, അവരെന്തൊരു വിപത്ത് തങ്ങൾക്ക് വരുമെന്ന് ഫിർഔൻ ഭയപ്പെട്ടിരുന്നോ ആ ദുരന്തം ഫിർഔനിന് അവരിൽ നിന്ന് വരിക തന്നെ ചെയ്യും. ഇവർക്ക് ഞാൻ ഭൂമിയിൽ സൗകര്യങ്ങളും അധികാരങ്ങളും കൊടുക്കുന്നതാണ്. എന്നിട്ട് തൊട്ടടുത്തായത്ത് എന്താ അറിയോ? ആ കുട്ടിനെ വളർത്താൻ വരാൻ മൂസാ നബിയുടെ ഉമ്മനോട്, കുട്ടിനെ വളർത്തിക്കോന്നാണ്. فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. അവനെ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കിക്കൊന്നാണ്. നീ പേടിക്കണ്ട, നീ ദുഃഖിക്കണ്ട, അവനെ ഞാൻ നിനക്കു തിരിച്ചു തരും, അവനെ ഞാൻ പ്രവാചകനാക്കും. ഇത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വാഗ്ദത്താണ്. ഉറപ്പായി സംഭവിക്കുന്ന സുഹൃത്തുക്കൾ, എന്താ സംശയം? ആ മൂസാ നബി അലൈഹി സ്വലാമിനെ തിരിച്ചു കൊടുത്തു. കയ്യിൽ മുല കൊടുക്കാൻ ആരും മുല കൊടുത്തിട്ടും മുല കുടിക്കാതെ അവസാനം ആ കൊട്ടാരത്തിൽ ഫിർഔന്റെ ചെലവിൽ സ്വന്തം കുട്ടിയെ വളർത്താൻ അള്ളാഹു മൂസാ നബിക്ക് അവസരമൊരുക്കി. ഒരു രാജകൊട്ടാരത്തിന്റെ സർവ്വവിധ സൗകര്യങ്ങളോടും കൂടെ ഒരു പക്ഷേ ജനിച്ചു വീഴുമ്പോഴേക്കും ആദ്യത്തെ കരച്ചിലോടെ ജീവൻ അവസാനിക്കേണ്ട ഒരാൺകുട്ടിയെ പ്രവാചകനാക്കാൻ അള്ളാഹു എന്ത് ചെയ്തു? ആ കൊട്ടാരത്തന്നെ കൊണ്ടുപോയി വളർത്തി. നാം ആലോചിക്കണം, എത്രമാത്രം ദുരന്തപൂർണമായ ഒരവസ്ഥയുണ്ടായിരുന്നു ബനൂ ഇസ്രായേലുകാർക്ക്. അള്ളാഹ് വെറുതെ ഈ കഥയ്ക്ക് നമുക്ക് പറഞ്ഞത് ഇതൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കണ്ടേ സുഹൃത്തുക്കളെ? നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഒരു പക്ഷേ മുസ്ലിങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്യണം എന്ന് വാദിക്കപ്പെടുമ്പോൾ, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഒരു പൗരാവകാശത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ജനിച്ച നാടിനെ അന്യമാക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചില പാഠങ്ങളൊക്കെ ഖുർആനിൽ നിന്ന് കിട്ടൂലേ? അപ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് സൂറത്തുൽ ഖസസും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ. ഒന്നെന്താ അറിയോ? ഏറ്റവും ശക്തമായ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും കാലത്ത് അള്ളാഹ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുഇഫൂ ഫിൽ അർദ് വനജഅലുഹും അഇമ്മതൻ വനജഅലുഹുൽ വാരിഥീൻ. ദുർബലരെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവരെ ഞാൻ ഭൂമിയുടെ അധികാരികളാക്കും എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അത് അള്ളാഹു സാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ. ചെറിയ കാത്തിരിപ്പ് വേണം. നോക്കൂ നിങ്ങൾ, ഫലസ്തീനിൽ മരിച്ചു വീഴുമ്പോൾ ആ പിഞ്ചു പൈതങ്ങൾ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, അവർ ഓടിക്കളിക്കുന്നുണ്ട്, അവർക്ക് പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ടാണ് പ്രതീക്ഷ? അള്ളാഹുവിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിൽ എന്താ അർത്ഥമുള്ളത് സുഹൃത്തുക്കൾ? പിന്നെന്താ? ഒരു നേതൃത്വം വേണം. മൂസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു നേതൃത്വം എപ്പോഴും വേണം.
നമുക്ക് തന്നെ ഒക്കെ പറ്റുന്നവർ എന്തിനു വേണം സുഹൃത്ത്? ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു നേതൃത്വം വേണം, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. നമ്മുടെ മാസപ്പിറവി ആരാ തീരുമാനിക്കേണ്ടത്? നമ്മുടെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഇസ്ലാമിക ഭരണമില്ലാതിരിക്കാം, പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏകീകൃതമായ നേതൃത്വം വേണം. ബനൂ ഇസ്രായേലിന്റെ മോചനം സാധ്യമാകുന്നത് അള്ളാഹു നിയോഗിച്ച പ്രവാചകനിലൂടെയാണ്. പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് പണ്ഡിതന്മാർ, സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടവർ. അന്നൽ ഉമ്മത മാ ദാമത് ദലീല മഖ്ബൂറ. ഒരു സമൂഹം നിന്ദനായിരിക്കും, അടിച്ചമർത്തപ്പെട്ടവരായിരിക്കും. അവർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിക്കാനും അതിനുവേണ്ടി സംസാരിക്കുവാനും ആളില്ലാതിരിക്കുമ്പോൾ അവർക്ക് വലായക്കുന ലഹും ഇമാമ, ഒരു ഇമാമത്തില്ലാതെ വരുന്ന സന്ദർഭം വരുമ്പോഴാണ് എല്ലാവരും നമുക്ക് യോജിക്കാവുന്ന, നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. പിന്നെ പ്രതിസന്ധികളില്ലാതെ വലിയ സന്തോഷങ്ങളും വലിയ വിജയങ്ങളും വരണമെങ്കിൽ വലിയ വേദനകൾ സഹിക്കണം എന്നാണ്, അല്ലാതെ കിട്ടൂല എന്നാണ്. അതുകൊണ്ട് വിജയത്തെ പ്രതീക്ഷിക്കുന്നവരെല്ലാം ആദ്യം പ്രതീക്ഷിക്കേണ്ടത് എന്താണെങ്കിൽ വേദനകളെയാണ്, പ്രതിസന്ധികളെയാണ്. ഒരു കുഞ്ഞിൻ്റെ പ്രസവം നടക്കണമെങ്കിൽ മരണതുല്യമായൊരു വേദന, ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് ഒരു കുഞ്ഞുണ്ടായ സന്തോഷം അനുഭവിക്കുന്നതിന് മുമ്പ് കടുത്തൊരു വേദനയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കാതെ ഒരു സന്തോഷങ്ങളും വരില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും ക്ഷമ കൈവിടാൻ പറ്റൂല എന്നാണ് ഈ സൂറത്ത് തന്നെ പറയുന്നുണ്ട്. മൂസാ നബിനെ ആ ജനിച്ച് പുഴയിൽ ഒതുക്കി കഴിഞ്ഞപ്പോഴും ഒരു ബേജാറ് അള്ള പറഞ്ഞിട്ടുണ്ട്, എങ്കിലും തൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിക്കും? അപ്പോഴെങ്ങാനും അവരുടെ മനസ്സിനെ ഞാൻ പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞു പോകും ആ കുട്ടിനെ പുഴയിൽ ഒതുക്കിയതിനെ കുറിച്ചിട്ട്. അപ്പോൾ മനസ്സിനെ അള്ളാഹു പിടിച്ചു നിർത്തി. സുഹൃത്തുക്കൾ, അള്ള തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വലിയ പ്രതിസന്ധികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള മനഃശക്തി. അള്ളാഹു നമുക്ക് തരുന്ന അന്നമിൻ അഅ്ളമിനി അമില്ല അല അബ്ദിഹി. അള്ള തൻ്റെ അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? മഅൂനത്തൻ ലിൽ അബ്ദി അല ഉമൂരിഹി. തൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സഹായം നൽകുക. അതേപോലെ തന്നെ തസ്ബീത്തുല്ലാഹി ഇയ്യാഹു, അള്ളാഹു അവനെന്തിയ ഉറപ്പിച്ചു നിർത്തുക. ഒരു രോഗം വന്നാലും പ്രശ്നം വന്നാലും ഒക്കെ ഉറച്ചു നിൽക്കുവാനുള്ള, ആ പിടിച്ചു നിൽക്കുവാൻ, അതാണ് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. മരണം മുന്നിൽ കണ്ടാൽ പോലും പതറാത്തവനാണ് വിശ്വാസി എന്ന് പറഞ്ഞത്. മരണം മുന്നിൽ കണ്ടാൽ പോലും പതറാത്തവനാണ് വിശ്വാസി. കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും മൂസാ നബി അലൈഹിസ്സലാം അവസാനത്തൊരു ശ്രമം നടത്താണ്. അസ്സാ റബ്ബി അൻ യഹ്ദിയനീ സവാഅസ് സബീൽ. മദിയൻ എവിടെയെന്ന് അറിയില്ല. മദീനിലേക്ക് യാത്ര പോകുമ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ച് തന്നേക്കാമെന്നാണ്. അപ്പോൾ അവിടെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒന്ന്, അവിടെ നിന്നാൽ രാജാവ് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, എവിടെ കണ്ടാലും കൊല്ലും. അതുകൊണ്ട് അവിടെ ആ നാട്ടിൽ കൊല്ലപ്പെടും, ഈജിപ്തിൽ നിന്നാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ്. പിന്നെന്താണ്? ഒരു ചെറിയ ശ്രമം ഒന്ന് പുറത്ത് കടക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. എന്തെങ്കിലും രക്ഷയുടെ ഒരു മാർഗമുണ്ടെങ്കിൽ അത് അവസാന നിമിഷത്തിലും നിരാശപ്പെടുന്നവർക്ക് കൈപ്പറ്റാൻ പറ്റില്ല. നിരാശല്ലാത്തവന് മാത്രമേ പ്രതിസന്ധികളിൽ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. മാത്രമല്ല, ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളും ഏത് പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അവിടെ നാം നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിച്ചു പോകണം. നമ്മളെക്കൊണ്ട് കഴിയണത് നമ്മൾ ചെയ്യണം. സുഹൃത്തുക്കളെ ആലോചിക്കുക, നിങ്ങൾ ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും വോട്ട് ചെയ്യേണ്ട സമയത്ത് നാട്ടിലില്ലാത്ത ആൾക്കാർ, അതൊക്കെ ഇവിടെ നടന്നു പോയിക്കോളും. നല്ല സുഹൃത്ത്, അതൊക്കെ നമ്മളുടെ അവകാശമാണ്. ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം ചെയ്യേണ്ട ബാധ്യതയാണ്. ആ ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, ബന്ധുക്കളിൽ ആരാണെങ്കിലും, അത് ആർക്ക് എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ നിർണ്ണയിക്കേണ്ട ഭാഗതയും നമ്മൾ നിർവഹിക്കണം. എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്ത്. ജീവിതത്തിൽ എങ്ങനെ വിശ്വാസം അങ്ങനെ ഏത് പ്രതിസന്ധി ഒന്നുമില്ല, എവിടെ കടന്നുറങ്ങണമെന്ന് അറിയാൻ പറ്റൂല, എവിടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റൂല, ഇന്നത്തെ അടുത്ത നേരത്തെ ഭക്ഷണം എവിടെയെന്ന് അറിയാൻ പറ്റൂല, ജീവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റൂല, താൻ നാട് വിട്ടുവന്ന് ഈ നാട്ടിൽ താൻ സുരക്ഷിതനാണെന്നും അറിയില്ല. അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാം അപ്പുറത്ത് വെള്ളം കുടിക്കാതെ നിൽക്കണ ആടുകൾക്ക്, ആ പെൺകുട്ടികളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയാണ് ചെയ്യും. നോക്കൂ നിങ്ങൾ, ആ ഒരു നിമിത്തം ഒരു ജീവിതത്തിൻ്റെ വഴിത്തിരിവയാണ് ചെയ്യും.
ഇപ്പൊ എത്ര വലിയ പ്രതിസന്ധി, എത്ര വലിയ ബേജാറും മനസ്സിലുണ്ട്, അപ്പോഴും ആ ബേജാറിലും തനിക്ക് ചെയ്യാവുന്ന ഒരു നന്മ ചെയ്യാനുള്ള മനസ്സ്, അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം നമ്മുടെ ദൗത്യം, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ തൗഹീദിന്റെ പ്രബോധനവും നമ്മുടെ ഇസ്ലാമിക പഠനങ്ങളും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു, മുസ്ലിങ്ങളെ, നിങ്ങളെ മറ്റുള്ളവർ ഭയപ്പെടുന്നത് നിങ്ങളുടെ ആയുധ ശക്തിയിലല്ല, നിങ്ങളുടെ ഭരണ സ്വാധീനത്തിലല്ല, പിന്നെന്തിലാണ്? നിങ്ങളെങ്ങാനും ഇല മൻഹജി സലഫ്, പൂർവികന്മാരായ ആ സച്ചരിതരായ സ്വഹാബത്തിൻ്റെയും നല്ലവരുടെയും ആദർശത്തിലേക്കും വഴിയിലേക്കും നിങ്ങൾ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് മാത്രമേ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ആശങ്കയുള്ളൂ എന്നാണ്. കണ്ട എല്ലാ അന്ധവിശ്വാസങ്ങളും ഷിർക്കും കുഫറും നാട്ടിലൊട്ടേറെ പ്രചരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ എതിരാളികൾക്ക് ആശ്വാസമാണ്. കാരണം ഇസ്ലാം കൊണ്ട് കിട്ടുന്ന ഗുണം നമുക്ക് കിട്ടൂല എന്ന് അവർക്കറിയാം. യഥാർത്ഥമായി ഇസ്ലാം കൊണ്ടും വിശ്വാസം കൊണ്ടും മാത്രമേ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തീർച്ചയായും ആ വിശ്വാസത്തിലും ദീനിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ അത് സാധ്യമാകുന്നതാണ്. അവസാന നിമിഷം കടലിൻ്റെ മുന്നിലെത്തിയപ്പോഴും ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും, ഇന്നാല മുദ്റക്കൂൻ, പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതുവരെ നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചില്ലേ, അവസാനം ബേക്കൽ സൈന്യവും മുന്നിൽ മറികടക്കാനാകാത്ത വെള്ളത്തിൻ്റെ നടുക്ക് പെട്ടാൽ ഇന്നാല മുദ്റക്കൂൻ, പിടിക്കപ്പെട്ടു എന്നാണ്. പക്ഷെ സൂത് പിടിക്കപ്പെട്ടതല്ല. എത്രയോ വർഷങ്ങൾ അള്ളാഹു തയ്യാറാക്കിയ കാരണങ്ങളുടെ അവസാനത്തെ വിജയ നിമിഷമായിരുന്നു അത്. ഫിർഔൻ, ഏറ്റവും വലിയ ഭീകരനായിട്ടുള്ള ആ ഫാസിസ്റ്റ്, അവിടെ വെച്ച് പറയുന്നു, ഇന്നി ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞാൻ വിശ്വസിച്ചു മൂസയുടെയും ഹാറൂൻ്റെയും റബ്ബിൽ എന്ന് പറയിപ്പിച്ചിട്ടാണ് വെള്ളം കുടിച്ച് ജീവിതം തീർത്തത്. ആലോചിക്കണം സുഹൃത്തുക്കളെ, എവിടെ ഒരു നിരാശ, ഒരു വിഷയത്തിൽ, വ്യക്തിപരമായ വിഷയമാകട്ടെ, കുടുംബ വിഷയമാകട്ടെ, രോഗമാവട്ടെ, നമ്മൾ നിരാശപ്പെടാൻ പറ്റില്ല. നമുക്കിന്നെന്തു ചെയ്യാൻ പറ്റുമോ അത് ആവേശത്തോടെ ഉദ്ദേശശുദ്ധിയോടെ ചെയ്യാന്നുള്ളതാണ്. പ്രാർത്ഥിക്കണം സുഹൃത്തുക്കൾ, നമ്മൾ മറന്നു പോവുക. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്താൽ പ്രാർത്ഥിക്കാൻ വിട്ടുപോകുന്നത്? പ്രാർത്ഥിക്കണം. ആലോചിച്ചു, ആൾക്കാർ പറയും അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയില്ലേ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാം, നമ്മുടെ കഷ്ടപ്പാട് അള്ളാഹ്ക്ക് അറിയില്ലേ. സുഹൃത്തുക്കളെ, ബദറിൽ എന്ത് സംഭവിക്കുന്നു? മുസ്ലിങ്ങൾ എത്ര ന്യൂനപക്ഷമാണെന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ. റസൂലുള്ളാഹി എത്ര നേരം പ്രാർത്ഥിച്ചു. തോടിലെ മുണ്ട് വീണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു കൊടുക്കുകയാണ്. അതുവരെ പ്രാർത്ഥിച്ചില്ലേ? ഇനി നോക്കട്ടെ, അള്ളാഹുവിന് അറിയില്ലേ മൂസാ നബി അലൈഹി സ്വലാം എവിടെയാണ് എത്തിപ്പെട്ടത് എന്ന്. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി സ്വലാം അള്ളാഹിനോട് പറയണത് എന്താണ്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. എന്ത് തന്നാലും ആവശ്യമുള്ള ആൾ. ഒന്നുമില്ലാത്ത ആൾ അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? ഒന്നുമില്ലാത്തവർക്ക് എന്ത് കിട്ടിയാലും ആവശ്യമില്ല. എന്ത് കിട്ടിയാലും ആവശ്യമുള്ളവനാണ് ഞാൻ. കരഞ്ഞു പറയണം. എന്തൊക്കെയാണോ മനസ്സിൽ കൊണ്ടുകിടക്കുന്ന ആശങ്കകൾ അതൊക്കെ അള്ളാഹിനോട് പറയണം. അള്ളാഹുവിനെ അറിയുമെങ്കിലും പ്രവാചകന്മാർ അവിടെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചു. ഓരോ വാക്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന പരിശോധിച്ച് നോക്കും നിങ്ങൾ. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹുവോട് തുറന്നു പറയാൻ നമുക്ക് കഴിയണം. തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിരാശ ജീവിതത്തിൻ്റെ ഒരു രംഗത്തിലും വരരുത്. വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നമുക്ക് ചെയ്യാവുന്നത് എത്ര ദുർബലമാണെങ്കിലും, നമ്മുടെ എതിരാളികൾ എത്ര വലിയ ശക്തരാണെങ്കിലും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യം അതാണ് അള്ളാഹുവിന് അനുഗ്രഹം കിട്ടാൻ നിമിത്തമാവുക. ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ച് ശരിയായ ഒരു മുസ്ലിമായി ജീവിച്ച് നമ്മൾ ചെയ്യേണ്ട ദൗത്യങ്ങൾ ശരിയായി നിർവഹിച്ച് അള്ളാഹുവോട് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാമല്ലോ. അത് ഭൗതികമായും അതിന് നിമിത്തങ്ങൾ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് നിർഭയത്വത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ ആ പഠിതാക്കൾക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഖുർആൻ്റെ ഏത് ഭാഗം വായിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുകൾ ഏത് ആയത്ത് വിശദീകരിക്കുന്നു എന്നതിലുപരി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ശുബ്ഹത്തുകൾ, സംശയങ്ങൾ, ആശങ്കകൾ,
അതിനൊക്കെ നമ്മൾ അറിയാതെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. പണ്ടൊക്കെ ജുമാക്ക് വരുന്ന പല സുഹൃത്തുക്കളും ജുമാ കഴിഞ്ഞാൽ പറയും, നിങ്ങൾ എന്നെ പറ്റിയാണല്ലോ ഹുത്തുവ പറഞ്ഞ്, എൻ്റെ വിഷയമാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് ആളുകൾ പറയും. എന്തുകൊണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ തോന്നുന്നത്? ഖുർആൻ പറയുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലായിരിക്കും. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലേ, നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ജീവിതം അറിയുന്ന, നമ്മുടെ സാഹചര്യങ്ങൾ എന്ന പടച്ചോൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾ പച്ചയായ നമ്മുടെ ജീവിതത്തോടാണ് സംസാരിക്കുക. റൂഹം മിൻ അംറിന, അത് നമ്മളിൽ പ്രവേശിക്കുമ്പോൾ അതൊരു റൂഹായി, ആത്മാവായി നമ്മളിൽ പ്രവർത്തിക്കും. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, നമ്മൾ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുട്ടിൽ അതൊരു വെളിച്ചമായി നമ്മളെ മുന്നോട്ടേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഖുർആൻ പഠിതാക്കളാകണം. ഖുർആൻ്റെ മാസം സമാപിക്കുമ്പോൾ ഇനി നാം എടുക്കേണ്ട ഒരു തീരുമാനം, ഏതെങ്കിലും ഒരു ഖുർആൻ പഠിക്കുന്ന, ഒരായത്തിൻ്റെ അർത്ഥം പഠിക്കുന്ന ഒരു സദസ്സിൽ ഞാനുണ്ടാകും. എത്ര തിരക്കാണെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാനും എൻ്റെ കുട്ടികളും അവിടെ പോയിരുന്നു. നാട്ടിലെല്ലാം നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ എല്ലാ ഗ്രാമങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. നമ്മൾ പങ്കെടുക്കണം, നമ്മളത് കേൾക്കണം. വിശുദ്ധ ഖുർആൻ എത്രമാത്രം നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നു എന്ന് ഇന്നീ പറഞ്ഞ ആയത്തുകളിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആ ഖുർആനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക. ഖുർആൻ മുന്നിൽ നിന്ന് അതിൻ്റെ പിന്നാലെ ആര് നടന്നു പോകും? അവൻ സ്വർഗത്തിലേക്കാണ് എത്തുക. വമൻ ജഅലഹു വറഅഹു സാഖഹു ഇലൽ നാർ. അവൻ ഖുർആനിനെ പിന്നിലാക്കിയാൽ നമ്മൾ തോന്നിയ പോലെ പോവുക. അങ്ങനെയാണെങ്കിൽ അത് നരകത്തിലേക്കുള്ള യാത്രയായിരിക്കും. അതുകൊണ്ട് ഖുർആനിനെ മുന്നിലാക്കി, അതിനെ പിൻപറ്റി, അതിൽ നാശയങ്ങൾ സ്വീകരിച്ച്, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട്, അതിനെ മാതൃകയാക്കി, അതിനെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ പ്രചോദനമാക്കി, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിൻ്റെ ആകാശങ്ങളും വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലുകാരാകുന്നതിൽ അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാൻ. ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള ധാരാളം ആളുകൾ നമ്മളോട് എല്ലാവരോടും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളെ നീ നീക്കി കൊടുക്കണമേ റഹ്മാൻ. അവർക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. ഈ റമദാനിലും അതിന് മുമ്പുമായി ഞങ്ങളത് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ നാഥ. എല്ലാ ആശങ്കകളെയും ഭയങ്ങളെയും ഞങ്ങൾക്ക് നീ ഇല്ലാതാക്കി തരണമേ നാഥ. ഞങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിത സാഹചര്യം ഞങ്ങളുടെ നാട്ടിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും വരാൻ നിൻ്റെ വിശാലമായ തൗഫീഖ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.